ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടാനും എപ്പോഴും സന്തോഷത്തോടു കൂടിയും ചെറിയ ചെറിയ വിജയങ്ങളിലെത്താനും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സ്വന്തമാക്കാനും ജീവിതത്തിൽ അടുക്കും ചിട്ടയും ശീലങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് ശീലങ്ങളെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്ന നിങ്ങളെപ്പോലെ തന്നെ എനിക്കും കുറച്ച് ശീലങ്ങളൊക്കെ മാറ്റി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയതും പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടായി തുടങ്ങിയതും കേട്ടോ. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ ചെയ്യാം, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് കാര്യങ്ങൾ മാറ്റി മാറ്റി വെക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ കാണുമല്ലേ. ഇന്നാകട്ടെ, നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ മുറി ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലേ, ബാത്റൂം ഇന്നൊന്ന് ക്ലീൻ ചെയ്തേക്കാം അല്ലേ, നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചാലോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം നമുക്ക് ആ ഓർക്കുന്ന സമയത്ത് തന്നെ അങ്ങ് ചെയ്തു മാറ്റിയാലോ. നമുക്ക് എപ്പോഴാണോ നമ്മുടെ മുറി ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്നത് അപ്പം തന്നെ അങ്ങ് ചെയ്തു മാറ്റുക. നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നീട്ടിയിരിക്കും. പിന്നെ നമ്മുടെ ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള നമ്മുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അതൊരു വലുത് തന്നെ കേട്ടോ. വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ നെയിൽ നമുക്കൊന്ന് കട്ട് ചെയ്യണം. നമ്മൾ വിചാരിക്കുക നാളെ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആ പണി നടക്കത്തില്ല. നമ്മൾ അങ്ങനെ ചെയ്യാതെ എപ്പോഴാണോ നമ്മുടെ നെയിൽ കട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നത് അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഞാൻ പറയുന്ന അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ, ഓരോ ദിവസം നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ, ആ കടന്നു പോകുന്ന ആ ഒരു ദിവസം എന്തെങ്കിലും അറിവ് നിങ്ങൾ നേടാൻ ശ്രമിക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിവില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. നമുക്കൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക. ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണല്ലേ. ദിവസവും നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് ഞാൻ ഇന്ന് എന്തറിവ് നേടി, ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെടികളും കുറച്ച് പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൽ നിന്നും കായ്കനികൾ കിട്ടുമ്പോഴത്തേക്കും ആ കിട്ടുന്നൊരു സന്തോഷവും ആ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞത് ഭയങ്കര വലുതാണ്. അതിനകത്തൊരു പൂ കിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കായ് കിളിക്കുമ്പോഴോ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോവുകയും അതിന് വെള്ളം നനയ്ക്കുകയും വെറുതെ ഒന്നും അല്ല കേട്ടോ, ഇഷ്ടത്തോട് കൂടി വേണം നമ്മൾ അതിനെയൊക്കെ പരിപാലിക്കാനും നോക്കാനും ഒക്കെ. ഇല്ലെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ചുള്ള ഫലമൊന്നും തരത്തില്ല. ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ ഇഷ്ടത്തോടു കൂടി നമുക്കത് ഫലവും തരും കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു 2-3 മാസമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചേഞ്ച് എന്തുവാന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മക്കളെയും കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയത്തില്ല, സമയം കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനൊന്നുമില്ല കേട്ടോ. കുട്ടികൾ ഉറങ്ങുന്ന സമയത്താകട്ടെ, അവർ കുറച്ചു നേരം കളിക്കുന്ന സമയത്താകട്ടെ, ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. സമയമില്ല, പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ എക്സ്ക്യൂസ് മാത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ചു വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാലാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഇപ്പം നമ്മുടെ ഫോണിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ നമ്പറുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന എല്ലാവരെയും ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനർത്ഥം കേട്ടോ. നമുക്ക് തോന്നുവാണ് ഇന്ന ആളെ കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല, അയാൾ പറയുന്ന എല്ലാം നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു രീതിയിലും നമ്മളെ മനസ്സിലാക്കാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ ഒഴിവാക്കുക തന്നെ വേണം കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും പോസിറ്റീവ് തരത്തില്ല, നെഗറ്റീവ് മാത്രമേ തരത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത ഡ്രസ്സുകൾ, നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ, നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തത്. കുറേ നെഗറ്റീവ്സ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ കാണും അല്ലേ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പകുതി ആശ്വാസമായിരിക്കും കേട്ടോ. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ കൂടെ കൊണ്ടു നടക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇല്ലാത്തവർക്ക് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും കേട്ടോ. ഈ 24 മണിക്കൂറിൽ നമുക്കൊട്ടും സമയമില്ല എന്ന് പറയുന്ന കുറേ അമ്മമാർ കാണുമായിരിക്കും. കുട്ടികളുള്ള അമ്മമാരായിരിക്കും കൂടുതലും. ഇതുപോലെ തന്നെ ആയിരുന്നു ഞാനും കേട്ടോ. പക്ഷെ കാര്യങ്ങൾ കുറച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സുകൾ ഫോളോ ചെയ്തു തുടങ്ങിയപ്പോഴും സമയമൊക്കെ താനേ വന്നു കേട്ടോ.
നമ്മുടെ കയ്യിലാണ് നമ്മുടെ സമയം ഇരിക്കുന്നത് അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് സമയമില്ലാതായിട്ടിരിക്കുന്നത്, അല്ലാതെ വേറെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ എഴുന്നേക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നതുകൊണ്ടായിരിക്കാം. ഇതെല്ലാം കൊണ്ടാണ് കേട്ടോ നമ്മുടെ സമയം നഷ്ടമാകുന്നത്. ഇനി അവസാനമായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. എപ്പോഴും നമുക്കൊരു ബുക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം എഴുതി, നമ്മുടെ ഓരോ പാസ്വേഡ് കാര്യങ്ങൾ, കുട്ടികൾക്കുള്ള ഓരോരോ കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള അതൊക്കെ നമ്മൾ ഈ ഒരു ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.